സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാവുകയാണ്. ഓണം പടിവാതിലെത്തിയിട്ടും ഇതുവരെയും വിപണിയിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല. പച്ചക്കറി, അരി, പഞ്ചസാര തുടങ്ങിയ എല്ലാ ഇനങ്ങൾക്കും വില കുതിച്ചുയരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഇത് വർദ്ധിപ്പിക്കുന്നു. വിപണിയിൽ സർക്കാർ ഇടപെടൽ കാര്യക്ഷമമാകാതായതോടെ കൂടിയാണ് വിലക്കയറ്റം രൂക്ഷമായത്. പൊതുവിതരണ ശൃംഖല വഴി വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അമ്പേ പരാജയപ്പെടുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. ആദ്യം ആ റിപ്പോർട്ടിലേക്ക് കൂടി ഒന്ന് പോകാം. ഓണം പൊടി പൊടിക്കണം, സദ്യ കെങ്കേമമാക്കണം. ഒരു സാധാരണ മലയാളിയുടെ ആഗ്രഹമാണിത്. എന്നാൽ പച്ചക്കറിയുടെയും അരിയുടെയും വില കേട്ടാൽ നെറ്റി ചുളിയും. പച്ചമുളകിന് 10-16 രൂപ, 18 രൂപ, എൻ്റെ അടുത്തായി 60 രൂപ. വെണ്ടക്ക 50 രൂപയാണ്. വെണ്ടയ്ക്കൊക്കെ നിസ്സാര പോലെ. കഴിഞ്ഞ ആഴ്ച 10 രൂപ പോലും ആർക്കും വേണ്ടാത്ത വെണ്ടയ്ക്കാണ്. ഇന്ന് 50 രൂപയാണ്. കാരണം ഒരു സദ്യ ഉണ്ടാക്കണമെങ്കിൽ അവൻ്റെ അണ്ടങ്കീറോ എന്നുള്ള വിധത്തിലാണ് നിൽക്കണേ. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ പ്രയാസമില്ലാതെ ഓണമുണ്ട മലയാളി ഇത്തവണ പായസമില്ലാതെ വേണം ഓണമുണ്ണാൻ. പഞ്ചസാരയ്ക്കും വില കുതിച്ചുയർന്നു. 80 മേലായിട്ടുണ്ടാവും. ഇന്നലെ 78 കഴിഞ്ഞ ആഴ്ച 60 ഇപ്പം 80 മേലെ. സവാള 50 മേലിലേക്കായി. കാരണം ഓരോ ഐറ്റംസിന് ഉള്ളി 110 രൂപയായി. വിലക്കയറ്റം രൂക്ഷമാണെങ്കിലും വിപണിയിൽ കൃത്യമായി ഇടപെടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. വിലക്കയറ്റം അറിഞ്ഞിട്ടില്ലെന്നതാണ് സർക്കാരിന്റെ ഭാവം. ഇതോടെ ജനങ്ങൾ ഓണക്കാലത്ത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. പൊതുവിതരണ ശൃംഖല വഴി വിലക്കയറ്റം പിടിച്ചു നിർത്താമെന്ന സർക്കാരിന്റെ വാക്ക് പാലിക്കപ്പെടാതെ വന്നതോടെ ഇഞ്ചി മുതൽ എല്ലാത്തിനും വില വർദ്ധിച്ചു. 3 മാസമായി വില കയറിയിട്ട് ഇതുവരെ വില കുറഞ്ഞിട്ടില്ല. ഓണത്തിനായി തയ്യാറെടുക്കുന്ന മലയാളികൾ വലിയ ആശങ്കയിലാണ്. കൈരളി ന്യൂസ്, കൊച്ചി. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ കൂടി ചേരുകയാണ്. തിയോഫിൻ, ഈ ഓണനാളിൽ പ്രത്യേകിച്ച് ഏത് സീസണിലായാലും കച്ചവടം വർദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും അവിടെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നാം കാണാറുണ്ട്, പ്രത്യേകിച്ച് ഈ ഉത്സവ സീസണുകളിൽ. പക്ഷേ അവിടെ ഇടപെടേണ്ടത് സർക്കാരാണ്. നേരത്തെ തന്നെ ഇവിടെ ജനങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 10 രൂപയുടെ വെണ്ടയ്ക്ക ഇപ്പോൾ എത്ര രൂപയിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉയരുന്നതിനെ വിപണിയിൽ ഇടപെട്ട് പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം നേരത്തെ 3 മാസം മുമ്പുള്ള മുൻ LDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു ഇവിടെ. അതാണ് ഇപ്പോൾ പരാജയപ്പെടുന്നത്. എന്തൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്? അവരുടെ ബുദ്ധിമുട്ട് എന്താണ്? ഓണമെത്തി, ഇതുവരെയും വിപണിയിൽ ഇടപെടാതെ നിസ്സംഗതയോടെ നിൽക്കുകയാണ് സർക്കാർ. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തവണയും ഓണക്കാലത്ത് വിലവർധന ഒരു പതിവാണ് സാധാരണ. കാരണം ഇത്രയധികം പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും ഒക്കെ ഡിമാൻഡ് വരുന്നത് ഈ ഒരു സീസണിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ വില കൂട്ടി വാങ്ങാൻ അത് മൊത്ത വ്യാപാരികളും അല്ലെങ്കിൽ ഇതിൻ്റെ വിതരണക്കാരും ഒക്കെ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരു വിലക്കയറ്റം ഡിമാൻഡ് കൂടുമ്പോൾ സാധാരണഗതിയിൽ വില വർദ്ധിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇത്തവണ അതല്ല അവസ്ഥ. കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാളൊക്കെ വലിയ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. നമുക്കത് വ്യാപാരികളോട് ചോദിക്കാം, അതോടൊപ്പം തന്നെ ജനങ്ങളോടും ചോദിച്ചു നോക്കാം. നിലവിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് പഞ്ചസാരയ്ക്കാണ്. പഞ്ചസാര നേരത്തെ 42 ആയിരുന്നു എന്നത് പലതവണയായി വില വർദ്ധിച്ച് 72 രൂപ വരെ എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് തിയോഫിൻ, ആ ആളിലേക്ക് പോകുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്നും കൂടി നമ്മുടെ പ്രതിനിധി PJ അരുണും കൂടി ചേരുകയാണ്. തിയോഫിൻ അവിടെ തുടരുക ആ വ്യക്തിയുമായി. PJ അരുണിലേക്ക് പോകാം. തിയോഫിനിലേക്ക് തന്നെ. തിയോഫിൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ചോദിക്കാൻ വന്നത്? പഞ്ചസാരയുടെ വില. അത് ശരിയാണ്, പഞ്ചസാരയുടെ വിലയാണ് ഏറ്റവും കൂടുതലായി ഉയരുന്നത്. കാരണം പായസം അടക്കമുള്ള വിഭവങ്ങളെ കേന്ദ്രീകരിച്ചാണ് അത്തരത്തിൽ വില കൂട്ടുന്നത്. പക്ഷേ സർക്കാരിന് ഇടപെടാമായിരുന്നു. എന്താണ് തിയോഫിൻ? അജിംഷാദ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചസാര ഒരു ഓണത്തിൻ്റെ ഒരു സീസണൊക്കെ അടുക്കുന്നതിന് മുൻപ് 42 ആയിരുന്നു എന്നതിൽ നിന്ന് അത് 72 വരെ വർദ്ധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളുടെ ഹോൾസെയിൽ വില, സവാളയുടെ വില, മൊത്ത വ്യാപാര വില 50 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഉരുളക്കിഴങ്ങിൻ്റെ ഹോൾസെയിൽ വില 36 അതിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. പയർ 70, വെണ്ടയ്ക്ക് 60, ഇങ്ങനെയാണ് വില. ഇത് റീറ്റെയിലിലേക്ക് പോകുമ്പോൾ, ചെറുകിട കടകളിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ ഉയർന്ന വിലവർധന ഉണ്ടാവും. കാരണം ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഇത് കയറ്റിറക്കലൊക്കെ കഴിഞ്ഞ് മറ്റ് വാഹനങ്ങളിൽ കയറ്റി, ലോറിയിൽ കയറ്റി റീറ്റെയിൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവരുടെ ഒരു ചെറിയ ലാഭവിഹിതം കൂടി എടുത്ത ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു സാധാരണക്കാരിലേക്ക് എത്തുക. ഹോൾസെയിൽ മാർക്കറ്റിൽ വന്ന് വാങ്ങാൻ കഴിയുന്നവർക്ക് കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയും ചെയ്യും. എന്തായാലും സാധാരണ രീതിയിൽ റീറ്റെയിൽ മാർക്കറ്റിൽ വലിയ വിലവർധന ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ ഇവിടെ നാളികേരമുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ വില ഈ തവണ വർദ്ധിച്ചിട്ടുണ്ട്. തേങ്ങയുടെ വില എത്രയാണ്? ഇപ്പോഴത്തെ റേറ്റ് 70 രൂപ, ഹോൾസെയിൽ 68. ഓണത്തിനായിട്ട് കൂടിയല്ല, കുമ്പാട്ടിനൊക്കെ റേറ്റ് തന്നെ തന്ന
ഓണം എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ തേങ്ങയ്ക്ക് വില കയറിയിരുന്നു. പ്രത്യേകിച്ച് ഇത് നമുക്കറിയാം, അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ പായസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് എപ്പോഴും തേങ്ങ ആവശ്യമാണ്. പച്ചക്കറി ഉൾപ്പെടെ വിഭവങ്ങൾ സദ്യയ്ക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വിലവർധന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പച്ചക്കറിയുടെ ഭാഗത്തേക്കാണ്. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നമുക്കിവിടെ കാണാം. ഈ പച്ചക്കറികളെല്ലാം വില കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. കാരണം എല്ലാ തവണയും ഓണക്കാലത്ത് ഒരു വിലവർധനവ് പതിവുള്ളതാണ്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ ഓണക്കാലത്തെ അപേക്ഷിച്ച് അതിനേക്കാൾ വലിയ വിലവർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് വ്യാപാരികളും നാട്ടുകാരും ഒക്കെ പറയുന്ന, വാങ്ങുന്ന ആളുകളും ആ രീതിയിൽ തന്നെയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വ്യാപാരികളോട് തന്നെ ചോദിക്കാം എത്രത്തോളം ഈ വില വർധനവ് ഇതിനകത്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇത്തവണ പച്ചക്കറി വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ടോ ഇത്തവണ? പച്ചക്കറിക്ക് വില വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ ഒരു 30% വർധന ഉണ്ടായിട്ടുണ്ട്. ഏത്തക്കായ്ക്കും സവോള, ഉള്ളി, ആവശ്യ സാധനങ്ങൾക്കൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കൃഷിയില്ല. അപ്പോൾ കാർഷിക മേഖലയിൽ ഇടപെടേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ തമിഴ്നാടിനെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോരാ, നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ള ഒരു 30% 40% പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ അവരോട് കടപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാം കേരളത്തിൽ വേണ്ട എല്ലാ സാധനങ്ങളും തമിഴ്നാട് അതിന് ഓണത്തിന് കണക്കാക്കി അവർ കൃഷി ചെയ്ത് അവർ ലാഭം കൊയ്യുന്നു. കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ ഒരു വിലയും ഇത്തവണത്തെ ഓണക്കാലത്തുള്ള വിലയും തമ്മിൽ എന്താ വ്യത്യാസം വന്നിട്ടുള്ളത്? വ്യത്യാസമുള്ള സവോളൊക്കെ 30 രൂപ ഉണ്ടായുള്ളൂ കഴിഞ്ഞ വർഷം. ഇതിപ്പോൾ ഇത് 50 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഇനങ്ങൾക്കും, ഒരിനങ്ങൾ മാത്രമല്ല, ഇഞ്ചി, അതുപോലെ ഏത്തക്കായ, ഞാലിപ്പൂവൻ, അങ്ങനെ ഒരു മിക്ക സാധനങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നമ്മൾ അതിൻ്റെ കാർഷിക മേഖലയിലൊക്കെ അതിൻ്റേതായ ഇടപെടലുണ്ടായാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അജിംഷാദ്, അതാണ് അവസ്ഥ. പച്ചക്കറികളുടെ ഒരു സ്ഥിതി ദയവായി തുടരൂ. നമ്മോടൊപ്പം PG അരുൺ കൂടി കോഴിക്കോട് നിന്നും ചേരുകയാണ്. PG അരുൺ, ഇവിടെ കൊച്ചിയിൽ വ്യാപാരികൾ അടക്കമുള്ളവർ പറയുന്നത്, ജനങ്ങൾ പറയുന്നത് വലിയ വിലക്കയറ്റമാണ്. സവാളയ്ക്ക്, ചെറിയ ഉള്ളിക്ക്, മീൻസ് ചുവന്നുള്ളിക്ക്, ഒപ്പം വെണ്ടയ്ക്ക്, അങ്ങനെ എല്ലാ പച്ചക്കറി ഐറ്റംസിനും വലിയ വില വർദ്ധിക്കുകയാണ്. പക്ഷേ മുൻകാലത്ത്, ഓണത്തിന് തൊട്ടു മുമ്പുള്ള ഓണത്തിന് ഇവിടെ ഒരു സർക്കാരുണ്ടായിരുന്നു ഇടപെടാൻ. ഇപ്പോൾ അതിൻ്റെ അഭാവമാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് വ്യാപാരികൾ അവരുടെ വരികൾക്കിടയിൽ പറയുന്നത്. എന്താണ് കോഴിക്കോടിൻ്റെ അഭിപ്രായം? അജിംഷാദ്, ഒരു ദിവസങ്ങൾ കഴിയുമ്പോൾ മലയാളികൾ തിരുവോണം ആഘോഷിക്കുന്ന തിരക്കുകളിലേക്ക് ഇറങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഉത്രാടപ്പാച്ചിൽ നാളെ നടക്കും. ഓണത്തിന് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പച്ചക്കറികളും മറ്റും വാങ്ങാനെത്തിയ ആളുകളാണ് ഞാനിപ്പോൾ കാണുന്നത്. കക്കോടിയിലെ പച്ചക്കറി സംഭരണ കേന്ദ്രം, ഹോൾസെയിൽ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ റീറ്റെയിൽ വിൽപ്പന നടത്തുന്ന ഒരു കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളോടൊപ്പം ഒരു അമ്മ ചേരുന്നുണ്ട്. അമ്മ, ഓണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ നമ്മൾ ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുക. ഉള്ളി വില കൂടിയിട്ടുണ്ട്. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വില കൂടിയിട്ടുണ്ട്? വില ഇവിടെയുണ്ട്, കൂടിയിട്ടുണ്ട്. ഉള്ളി 60, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 30 രൂപയായിരുന്നത് 60 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഉള്ളി വാങ്ങിച്ചിട്ടുണ്ട്? ഉള്ളി എടുക്കും, തൂക്കുന്നേ ഉള്ളൂ, ഒരിക്കലറിയാം. എന്തൊക്കെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്? പയറ്, ഇളവന്, ഇങ്ങനെയുള്ള സാമ്പാർ കഷ്ണങ്ങളായിട്ട് കുറേ അവിയൽ കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേനെക്കാട്ടി കൂടുതൽ ചിലവ് ആയിട്ടുണ്ടോ? വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല് വന്നാലേ അറിയുള്ളൂ. ബില്ലാക്കുന്നുണ്ട്, കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും ബില്ല് വരുമ്പോൾ അതിൽ കൃത്യമായി ഇത്തവണത്തെ വിലക്കയറ്റത്തിൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റും. വേറെ ചേച്ചിയുണ്ട്. ചേച്ചി, ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ഇത്തവണ വില ചെറുതായിട്ടൊക്കെ ചില ഇതിലൊക്കെ ചെറുതായിട്ട് വില കൂടിയ സാധനങ്ങളുണ്ട്. എങ്ങനെ? വില കൂടിയതാണ് എല്ലാ സാധനങ്ങളും. ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഓണമായതുകൊണ്ട് നമ്മൾ എന്തായാലും വാങ്ങണല്ലോ, കാണാൻ പറ്റിയ ഓണം ഉണ്ടണമെന്നാണല്ലോ. സാധാരണക്കാരായ ഒരു വീട്ടമ്മയുടെ ശബ്ദമാണ്. ഓണം എന്തായാലും നമ്മൾ ആഘോഷിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. ഇവിടെ നമ്മുടെ ഈ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ, എങ്ങനെ ഇത്തവണത്തെ ഓണ വിൽപ്പനയൊക്കെ? ഓണത്തിന് വിൽപ്പനക്കാരല്ല, വിലക്കയറ്റം ദിവസം കൂടുതൽ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. പിന്നെ ഒന്നാമത് പെൻഷൻ എല്ലാ സമയത്തും കൃത്യമായിട്ട് ജനങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല. ആ ഒരു ചെറിയ പരാതിയുണ്ട് എല്ലാ ആളുകൾക്കും. സാമ്പത്തികമായിട്ട് എല്ലാ ആളുകളും ഭയങ്കര ഞെരുക്കത്തിലാണ് ഇത്തവണത്തെ ഓണം. ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവേ സാധനങ്ങൾക്ക് പൊതുവേ വില കൂടുതലാണ്. ഇപ്പോൾ കുറവെന്ന് പറഞ്ഞാൽ തക്കാളിക്ക് മാത്രമേ വില കുറവുള്ളൂ. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്ത നിരവധി പേരുണ്ടല്ലേ? സാമൂഹ്യക്ഷേമ പെൻഷൻ ഒരുപാട് ആൾക്ക് ഇനി കിട്ടാനുണ്ട്. ആരും കയ്യിൽ എത്തിയിട്ടില്ല. പല സംശയത്തിൻ്റെ പേരിലാണ് നിൽക്കുന്ന പല ആളുകളും. അങ്ങനെയുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ട്. മറ്റു വേറൊന്നും പറയാനൊന്നുമില്ല.
അതെ, അജിംഷാദ് തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും ഉപഭോക്താക്കൾക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല. സാധാരണക്കാർ ആശ്രയിച്ച് ആ ഒരു പെൻഷനൊക്കെ ആശ്രയിച്ചിരുന്നവർ നിരവധി പേരുണ്ട്. ഓണക്കാലത്ത് അവർ അരപ്പട്ടിണിയിൽ കഴിയേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സർക്കാർ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഇടപെടൽ പൊതുവിപണിയിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് ഇതാണ്. പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ചെറിയ ഉള്ളി, സവാള ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനങ്ങൾ, ഇതിനെല്ലാത്തിനും പച്ചക്കറി സാധനങ്ങൾ, ഇതിനെല്ലാത്തിനും ചെറിയ രീതിയിലെങ്കിലും ഈ സവാളയുടെയും ഉള്ളിയുടെയും ഒക്കെ വില ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചിരുന്നത്. പഞ്ചസാരയ്ക്കും അതേ അവസ്ഥ തന്നെയാണ്. എന്തായാലും നേരത്തെ ആ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ കാണം വിറ്റും ഓണം ഉണ്ണം എന്നുള്ളത് കൊണ്ട് തന്നെ ചുരുങ്ങിയ ആ ഒരു സമയത്തിനുള്ളിൽ തീർച്ചയായും അരുൺ, അവിടെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ആ ജനങ്ങൾ ആകെ സൂചിപ്പിച്ചതെന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ ഓണത്തെ അപേക്ഷിച്ച് വലിയ വിലക്കൂടുതൽ ഇപ്പോൾ ഉണ്ടാകുന്നു. തൊട്ട് മുമ്പുള്ള മാസങ്ങളെ അപേക്ഷിച്ച് വലിയ വിലക്കൂടുതൽ ഓണത്തിനുണ്ടാകുന്നു, ഇപ്പോൾ ഉണ്ടാകുന്നു. മാത്രമല്ല ഇതിൽ സർക്കാർ ഇടപെടുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അവിടെ നിന്നും ഉയർന്നത് പി ജെ അരുൺ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ പറഞ്ഞത് ക്ഷേമ പെൻഷനുകളടക്കം വിപണിയിലേക്ക് ഇറങ്ങുന്നില്ല. അതായത് ജനങ്ങളുടെ പർച്ചേസിങ് കപ്പാസിറ്റി പോലും കുറയുകയാണ്, വാങ്ങൽ ശേഷി കുറയുകയാണ്. അതിലേക്കാണ് ക്ഷേമ പെൻഷൻ മുടക്കുന്നത് വഴി, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ എല്ലാവരിലേക്കും നേരത്തെ ഉള്ളതുപോലെ സമൃദ്ധമായി എത്താത്തത്. ഇതെല്ലാം സർക്കാരിൻ്റെ, ഇപ്പോഴത്തെ പുതിയ സർക്കാരിൻ്റെ വീഴ്ചകളാണ് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, വിപണിയും ജനങ്ങളുമൊക്കെ. തിയോഫിൻ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വന്നതുപോലെ കേരളത്തിൻ്റെ എല്ലാ കോണുകളിലും ഇത്തരത്തിൽ വലിയ പരിഭവമാണ്, വലിയ വേദനയാണ് ഈ വിഷയത്തിലുള്ളത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്ഷേമ പെൻഷനൊക്കെ നേരത്തെ ഉള്ളതുപോലെ സുഗമമല്ലാത്തൊരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പണം കുറയുന്നു. രണ്ട്, വിപണിയിൽ വലിയ വില ഇടപെടൽ സർക്കാർ നടത്തുന്നില്ല. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. കൊച്ചിക്കും സമാനമായ രീതിയിലെ പ്രതികരണം തന്നെയാണ് നൽകാനുള്ളത്, അല്ലേ? അജിംഷാദ്, തീർച്ചയായും. അതായത് നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ മറ്റൊരു ഭാഗത്താണ്. ഇവിടെയും പച്ചക്കറി പച്ചക്കറി, മുളക്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ. ക്യാരറ്റ്, മുളക്, വിവിധ തരത്തിലുള്ള മുളക്, ഇത് പീച്ചി, ക്യാബേജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ കടയിലുള്ളത്. നമുക്കിവിടെയും വ്യാപാരികളോട് നമുക്ക് ചോദിക്കാം. കാരണം പൊതുവേ തന്നെ നമ്മൾ വ്യാപാരികളോട് ചോദിക്കുമ്പോൾ പോലും അവർ തന്നെ പറയുന്നത് ആ വലിയ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണത്തെ ഓണവും ഇത്തവണത്തെ ഓണവും തമ്മിൽ താരതമ്യപ്പെടുത്താൻ കഴിയുന്നത് അവർക്ക് തന്നെയാണ്. ഓണക്കാലത്തിനുള്ള ഒരു വിലക്കയറ്റം പതിവാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു വിലയും ഈ വർഷത്തെ വിലയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അല്ല, കഴിഞ്ഞ വർഷം ഇത്രയും വില ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചപ്പോൾ കിലോ പുറത്ത് വന്നേക്കുന്നത് 50 രൂപ, 70 രൂപ, 100 രൂപ വരെ വിലക്കയറ്റമാണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കറി വരുത്തുമ്പോൾ സാധാരണ പോലുള്ള ആൾക്കാർ, അതായത് ഒരു ദിവസം ഒരു 1000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവനക്ക് ഈ ഓണം ശരിക്കും ആഘോഷിക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണം എന്ന് വെച്ചാൽ, ഈ ഒരു 4-5 ഐറ്റം മേടിക്കുമ്പോഴേക്കും അവൻ്റെ ഒരു 10-700 രൂപ അങ്ങോട്ട് മാറണേ. ഇത് കഴിഞ്ഞ് അവനൊരു പലചരക്കട ചെന്നില്ലെങ്കിൽ ഇന്നത്തെ പഞ്ചസാരയുടെ വില ഞാനിന്ന് അറിഞ്ഞത് 68 രൂപ 70 രൂപ കണ്ടെന്ന് പറഞ്ഞു. അതായത് ഒരു 40 രൂപ കണ്ടൊക്കെ കൂടിയെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പലചരക്ക് സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഒരു പായസവും വീട്ടിലുണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതെങ്ങനെ ആൾക്കാർ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വളരെ ഇതായിട്ടുള്ളൊരു പ്രശ്നം, വലിയൊരു പ്രശ്നം തന്നെയാണത്. ശരിക്കും പറഞ്ഞാൽ അത് നിയന്ത്രണം വേണം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ ഇവിടെ വരും. കാരണം വിലക്കയറ്റം അമ്മാതിരി വിലക്കയറ്റം. ഇപ്പോൾ ഒരു വാടകക്ക് വീട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനിക്ക് വാടക, അതേപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ വില വർധനവ്, ഇതേപോലെ തന്നെ പച്ചക്കറി, പലചരക്ക്, ഇതുപോലെ സാധനങ്ങളുടെ വില കുറവ്, അവന് കിട്ടുന്ന കാശിന് വർധനവില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നുള്ളതാണ് ഒരഭിപ്രായം. അജിംഷാദ്, തീർച്ചയായും. അതായത് നോക്കൂ, അദ്ദേഹം ഒരു വ്യാപാരിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വില കൂടുമ്പോൾ തങ്ങളുടെ ലാഭത്തിന് വിധം വർദ്ധിക്കുമെന്ന് വേണമെങ്കിൽ ചിന്തിക്കുക. അതല്ല അദ്ദേഹം പറയുന്നത് സാധാരണക്കാരനെ ഇത് എത്രത്തോളം ബാധിക്കുമെന്ന്. കാരണം സാധാരണക്കാരായ ജനങ്ങൾ, അതായത് ഇതാണ് ഉപഭോക്താക്കൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ വ്യാപാരവും നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഉപഭോക്താക്കളെ ബാധിക്കാത്ത രീതിയിൽ, അവർക്ക് വലിയ തിരിച്ചടിയാവാത്ത രീതിയിൽ, അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള വില പിടിച്ചു നിർത്താനുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് വ്യാപാരികളും പറയുന്നത്. അജിംഷാദ്, ശരി. തിയോഫിനാണ് അവിടെ നിന്നും വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. ജനങ്ങൾക്കൊന്നാകെ ഒരഭിപ്രായം, ഓണം എത്തുമ്പോൾ ഈ കഴിഞ്ഞ ഓണക്കാലവും ഈ ഓണക്കാലവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ ഓണക്കാലത്തേക്കാൾ വലിയ വില കൂടുന്നു. സർക്കാരിൻ്റെ നിസ്സംഗതയാണ് അതിലേക്ക് നയിക്കുന്നതെന്ന പൊതു അഭിപ്രായമാണ് ഓണം പടിവാതിലെത്തി നിൽക്കെ നാളെ ഉത്രാടപ്പാച്ചിൽ എന്നിരിക്കെ കേരളം മുഴുവനായും പറയുന്നത്. എന്തായാലും സർക്കാർ ഇടപെടൽ ഇനിയെങ്കിലും സാധ്യമാക്കണമെന്ന ആവശ്യമാണ് അവരും ഉയർത്തുന്നത്. പക്ഷേ ഇനി എത്ര കണ്ടത് ഫലപ്രദമാകുമെന്നുള്ളതാണ് ആശങ്ക.